പ്രമുഖ എഴുത്തുകാരി കവയിത്രിയായിട്ടുള്ള ആര്യ ഗോപി നമ്മോടൊപ്പം ചേരുന്നു. ആര്യ ഗോപി, ഇത് MS ബനേഷാണ് സംസാരിക്കുന്നത്. ആര്യ ഗോപിയെ സംബന്ധിച്ചിട്ട് ഒരു കവയിത്രി എന്നുള്ള നിലയ്ക്ക് അല്ലാതെ തന്നെ ഒരു സാധാരണ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് കൂടി MT വാസുദേവൻ നായരുമായുള്ള അദ്ദേഹത്തിൻ്റെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ട ഓർമ്മകളൊക്കെ വളരെയധികം ഉണ്ടാവും. എന്താണ് ഈ രാത്രിയിൽ പങ്കുവെക്കാനുള്ളത്? എല്ലാ കാലത്തും അദ്ദേഹവുമായിട്ട് വളരെ സ്നേഹാദരപൂർണമായിട്ടൊരു ബന്ധം കാത്തു സൂക്ഷിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരു ഭാഗ്യമായിട്ട് കരുതുകയാണ്. അച്ഛനോടൊക്കെ കാട്ടിയിട്ടുള്ള ഒരു വാത്സല്യത്തിന്റെ ഒരു പങ്ക് പറ്റാൻ ഞങ്ങൾ മക്കൾക്കും സാധിച്ചിട്ടുണ്ട്. അധിക വാക്കുകളൊന്നും സംസാരിക്കാതെ ഒരു പുഞ്ചിരിയിലൂടെ, ഒരു ചെറു പുഞ്ചിരിയിലൂടെ ആയിരിക്കും ചിലപ്പോ ആ ഒരു സ്നേഹം പകർന്നു കിട്ടുക. പക്ഷെ അതുപോലും വലിയൊരു സന്തോഷവും ഭാഗ്യവുമായിട്ട് തോന്നാറുണ്ട്. പുസ്തകങ്ങൾ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. എപ്പോൾ കണ്ടാലും അപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്ന പുതിയ പുസ്തകത്തെ കുറിച്ച് സംസാരിക്കും. വളരെ അമ്പരപ്പോടുകൂടി അത് കേട്ട് നിന്ന ഒരു കുട്ടിക്കാലം എനിക്കിപ്പോ ഓർമ്മ വരുന്നുണ്ട്. അദ്ദേഹം ജീവിച്ചിരുന്ന ഒരു കാലത്ത് ജീവിച്ചിരിക്കാൻ സാധിച്ചത് ഒരു വലിയ ഭാഗ്യമായിട്ട് തോന്നാൻ, അങ്ങനെ ഒരു നിർവികാരമായിട്ടൊരു നിമിഷത്തിലാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ നിൽക്കുന്നത്. ഒരു യാത്രയിലാണ്, ആ യാത്രയിലാണ് ഈ വാർത്ത കേൾക്കുന്നത്. അപ്പോ അസുഖബാധിതനായി ആശുപത്രിയിലാണെന്ന് അറിയാമായിരുന്നെങ്കിലും ഇത്തരമൊരു വാർത്ത കേൾക്കുമ്പോൾ തീർച്ചയായും നമ്മളുടെ ഉള്ളൊന്ന് നടുങ്ങിപ്പോകുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോഴുള്ളത്. വളരെ നന്ദി. ആര്യ ഗോപിയാണ് നമ്മൾ സംസാരിച്ചത്, കവയിത്രിയായിട്ടുള്ള ആര്യ ഗോപി.